നമസ്കാരം. മാലിന്യത്തിൽ നിന്ന് സമ്പത്ത് എന്ന ആശയത്തിലൂന്നി പുനരുപയോഗിക്കാൻ കഴിയുന്ന ഒരുപാട് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന തൃശ്ശൂരിലെ ഒരു സംരംഭകരെയാണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുന്നത്. ക്ഷീരാപാർക്ക് എന്ന സംരംഭത്തിൽ നിന്നുള്ള സനീഷ് മനോഹരൻ സാറുമായിട്ട് നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. സാർ നമസ്കാരം. നമസ്കാരം സാർ, ഇപ്പോൾ ഈ പൂസ കൃഷിമേളയിൽ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൻ്റെ തനതായ ഉൽപ്പന്നങ്ങൾ നമുക്ക് പുറത്ത് നാടുകളിലേക്കും പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. അപ്പോൾ ഇതൊരു നവീന ആശയമാണ്. കാരണം പ്രകൃതിക്ക് കോട്ടം നൽകാത്ത വിധത്തിലുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുക, അവ നമുക്ക് പുനരുപയോഗിക്കാനും സാധിക്കുക എന്നത്. അപ്പോൾ ഈ ആശയത്തിലേക്ക് എങ്ങനെയാണ് എത്തിയത്? ഞാൻ തീർച്ചയായിട്ടും കുറേ നാളുകളായിട്ട് ഈ ബയോഡിഗ്രേഡബിൾ അല്ലെങ്കിൽ പ്രകൃതിക്ക് ദോഷമില്ലാത്ത രീതിയിലുള്ള സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്തിരുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മളുടെ CSIRൻ്റെ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. നിലവിൽ തൃശ്ശൂരിൽ തന്നെ ഒരു ഫോറസ്റ്റ് ഓഫീസർ പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് നമ്മൾക്ക് ഈ കാണുന്ന റൂട്ട് ട്രെയിനർ കപ്പ്. അപ്പോൾ ഇത് അവർ നിർമ്മിച്ചിരിക്കുന്നത് നിലവിൽ നമ്മളെ കോക്കനട്ട് ഫൈബർ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഞങ്ങളിത് നമ്മുടെ ബനാന ഫൈബറും കോക്കനട്ട് ഫൈബറും കൂടി മിക്സ് ചെയ്തിട്ട് ഉപയോഗിച്ചിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഇതിൻ്റെ കോസ്റ്റ് വൈസ് നോക്കുമ്പോൾ നമുക്ക് കോസ്റ്റ് വളരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അതുകൂടാതെ നമുക്ക് തവിടിൽ നിന്നും നമ്മൾ ചായ ഗ്ലാസ്, അതുമാതിരി തന്നെ ചെറിയ സ്നാക്സിൻ്റെ പ്ലേറ്റ്, അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളുടെ കൃഷിമന്ത്രി പി പ്രസാദ് പറയേണ്ടായി, ഇപ്പോൾ ഗവൺമെൻറ് തലത്തിൽ കൊടുക്കുന്ന എല്ലാവിധ പ്രോജക്റ്റുകളുടെയും ഗ്രോ ബാഗുകൾ പ്ലാസ്റ്റിക് ഒഴിവാക്കിയിട്ട് ബയോഡിഗ്രേഡബിൾ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത് പറയേണ്ടായി. അപ്പോൾ അതിനും കൂടി നമ്മൾ പരിശ്രമിക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള പോട്ടുകൾ ഈ പറഞ്ഞ വേസ്റ്റിൽ നിന്നും, അതായത് ചകിരിയുടെ വേസ്റ്റ്, വാഴയുടെ വേസ്റ്റ്, വൈക്കോല്, ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. വാലിഡേഷൻ റിസർച്ചും കാര്യങ്ങളൊക്കെ 1 by 1 ആയിട്ട് വേറെയും പ്രോഡക്റ്റുകൾ വരുന്നുണ്ട്. നമ്മളുടെ അറ്റ് പ്രസൻറ്റ് നമ്മൾ ചെയ്യുന്നത് 100 ml ടീ ഗ്ലാസ്, 6 inch സ്നാക്സ് പ്ലേറ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇൻക്യുബേഷൻ ചെയ്തിരിക്കുന്ന IARയിൽ പുസയിലാണ് ഇൻക്യുബേഷൻ ചെയ്തിരിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് ലെവലിൽ വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി പ്രോഡക്റ്റുകൾ പരിചയപ്പെടുത്താനും കുറച്ചും കൂടി കോസ്റ്റ് കുറഞ്ഞ പ്രോഡക്റ്റുകൾ പരിചയപ്പെടുത്താനും സാധിക്കും. ഒരു റൂട്ട് ട്രെയിനർ കപ്പാണ്. ഇതിൻ്റെ ഉള്ളിൽ റിബുകളുണ്ട്. ഇത് ഞാൻ പറഞ്ഞ നേരത്തെ നമ്മളെ ഫോറസ്റ്റ് ഓഫീസറാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ ഇത് കോക്കനട്ട് ഫൈബറിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് ബനാന ഫൈബറും കോക്കനട്ട് ഫൈബറും കൂടി ചെയ്തിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സാധാരണ പ്ലാസ്റ്റിക് കവറിൽ വെക്കുമ്പോൾ അതിൻ്റെ റൂട്ട് അടിയിൽ ചുരുണ്ടു പോകും. ഇതിൻ്റെ റൂട്ടുകൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കും, ഒരിക്കലും ചുരുണ്ടു പോകില്ല. അത് നേരിട്ട് നമുക്ക് മണ്ണിൽ വെക്കുമ്പോൾ റൂട്ടുകൾ ഡയറക്റ്റ് മണ്ണിലോട്ട് പോവുകയും അത് ഈ സാധനം നമുക്ക് മണ്ണിൽ ഡീകമ്പോസ്റ്റ് ആയി പോവുകയും ചെയ്യും. അപ്പോൾ പ്ലാസ്റ്റിക്കിന് ബദലായിട്ട് നമുക്കിത് ഉപയോഗിക്കുകയും ചെയ്യാം. ഇത് നമ്മളുടെ വീറ്റ് ബ്രാൻ അല്ലെങ്കിൽ റൈസ് ബ്രാൻ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു ടീ കപ്പാണ്. ഈ ടീ കപ്പ് നോർമൽ ബൈൻഡിങ്ങിൽ നമുക്ക് അപ് ടു 30 minutes ഇതിൻ്റെ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഉണ്ട്. വേറൊരു റെസിൻ നമുക്കിതിൽ കോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ് ടു 5 hours 6 hours നമുക്കിതിൽ സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതേപോലെ തന്നെ വേറെ 1-2 പ്രോഡക്റ്റുകളുണ്ട്. ഇത് ബനാന ഫൈബറിൽ നിന്നുള്ള പ്രോഡക്റ്റാണ് ഈ സ്പൂണും ഈ ഒരു പ്രോഡക്റ്റും. വേറെയും കുറച്ച് പ്രോഡക്റ്റുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു സംരംഭമല്ലേ, അപ്പോൾ ഇതിനകത്ത് എത്ര ആൾക്കാരാണ് ഇപ്പോൾ നിലവിലുള്ളത്? നിലവിൽ ഞങ്ങളിപ്പോൾ 6 പേരാണ് ഇതിൽ ജോലി ചെയ്യുന്നത്. നമുക്കിത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ കുടുംബശ്രീ സംരംഭങ്ങളോ അല്ലെങ്കിൽ ഇപ്പോൾ സ്ത്രീ സംരംഭ കൂട്ടായ്മകളോ ആയിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മുടെ ഗാന്ധിജിയുടെ സ്വപ്നമായിട്ടുള്ള എന്താ പറയുക, ഇന്ത്യയുടെ ആത്മാവ് ഉറങ്ങുന്ന ഗ്രാമങ്ങളിലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ 1-2 റിക്വയർമെൻറ്റ് വന്നിട്ടുണ്ട്. SHGs ലേഡീസിൻ്റെ SHGsന് ഇതുപോലുള്ള ചെറിയ യൂണിറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലിപ്പോൾ ഒരു 4 പ്രോഡക്റ്റ് ഇതിൽ വരും. അതായത് നമ്മൾ ബനാന ഫൈബർ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ ബനാന ഫൈബർ എടുക്കുമ്പോൾ തന്നെ അതിൽ കുറച്ച് വേസ്റ്റേജ് വരും. അതിൽ നിന്ന് നമുക്ക് വേറൊരു ഉൽപ്പന്നം ഉണ്ടാക്കാൻ പറ്റും. അതിൽ നിന്ന് കമ്പോസ്റ്റ് നിർമ്മിക്കാൻ പറ്റും. കമ്പോസ്റ്റ് നിർമ്മിച്ച് നഴ്സറി അതൊരു ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ വെറും എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്കിപ്പോൾ ഒരു സസ്റ്റൈനബിൾ ആയില്ലെങ്കിൽ മറ്റുള്ള പ്രോഡക്റ്റുകളിൽ നിന്ന് നമുക്കത് ബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു SHG അല്ലെങ്കിൽ അങ്ങനെ ഒരു കൂട്ടായ്മയ്ക്ക് ഇങ്ങനെ ജോലി കാര്യങ്ങൾ അതുമാതിരി തന്നെ റവന്യൂ ജനറേഷൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ കമ്പനിയുടെ പ്രധാനമായിട്ടുള്ളൊരു ഉദ്ദേശം. സാർ ഇപ്പോൾ പറഞ്ഞത് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിന്റെ വാലിഡിറ്റി എത്രയാണ്? ഇത് ആക്ച്വലി റീയൂസ് ചെയ്യാൻ പറ്റുന്നതല്ല, സിംഗിൾ ടൈം യൂസ് ആണ്. സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്കിന് ബദലായിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇപ്പോൾ നമ്മളെ ടീ ഗ്ലാസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ ബോണ്ടിങ്ങിൽ അതിൽ നമുക്കൊരു ഇപ്പോൾ തിളച്ച വെള്ളം അല്ലെങ്കിൽ ചായ ഒഴിച്ച് കഴിഞ്ഞാൽ 30 minutes വരെ നമുക്കത് ഹോൾഡ് ചെയ്യും. അതിൽ തന്നെ ഓർഗാനിക് ഒരു കോട്ടിങ് വരുന്നുണ്ട്. CSIRൻ്റെ ടെക്നോളജിയാണ്, പേറ്റന്റഡ് ടെക്നോളജിയാണ്. അത് ഉപയോഗിച്ചിട്ട് നമ്മളതിൽ കോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ് ടു 5 hours 6 hours അത് സ്റ്റാൻഡ് ചെയ്യും, കുഴപ്പമില്ല. സാർ, ഇതിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എങ്ങനെയാണ്? ഇപ്പോൾ മാർക്കറ്റിംഗ് നമ്മൾ അറ്റ് പ്രസന്റ് ഇപ്പോൾ നോക്കുന്നുണ്ട്, ഇവിടെ തന്നെ നോക്കുന്നുണ്ട്. പിന്നെ കൂടുതലും നമ്മൾ എക്സ്പോർട്ടാണ് ഇപ്പോഴത്തെ സ്റ്റേജിൽ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മളിവിടെ ആളുകൾ ഒരു ആക്സെപ്റ്റൻസ് വരാൻ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ എക്സ്പോർട്ടിലേക്കാണ് കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുന്നത്. എന്നിരുന്നാലും ഇവിടെയും ഷോപ്പുകൾ, അതുമാതിരി തന്നെ ഇപ്പോൾ റെയിൽവേ അല്ലെങ്കിൽ സ്വിഗ്ഗി, സൊമാറ്റോ പോലുള്ളവർക്ക് കസ്റ്റമൈസ്ഡ് പ്രോഡക്റ്റുകൾ ചെയ്തു കൊടുക്കാനായിട്ടും ആലോചിക്കുന്നുണ്ട്.
സാർ എങ്ങനെയാണ് ഇതിന് കിട്ടുന്ന പിന്തുണ? ഇപ്പൊ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും സഹായങ്ങൾ അങ്ങനെ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ഞങ്ങൾക്കിപ്പോൾ സ്റ്റാർട്ടപ്പിന്റെ ഒരു ഫണ്ട് പുസയെന്നൊരു ഓഫർ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഒഫീഷ്യലി കാര്യങ്ങൾ അറിവായിട്ടില്ല നമുക്ക്. അവര് നമുക്കൊരു 5 ലക്ഷം രൂപ ഗ്രാന്റ് അലോ ചെയ്തെന്ന് പറഞ്ഞിട്ട് അവരൊരു മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ അതിന്റെ ബാക്കിയുള്ള പ്രൊസീജിയർ നടക്കുന്നേ ഉള്ളൂ. താങ്ക് യു സാർ. ഇതുവരെ നമ്മളോടൊപ്പം സാറിന്റെ അനുഭവങ്ങളെല്ലാം പങ്കുവച്ചതിന് വളരെ നന്ദി.